എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം നമ്മൾ ഈ ക്രൈം കേസസ് അതുപോലത്തെ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്സ് ഒക്കെ കണ്ടെത്തിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഒരു റിയാക്ഷൻ വീഡിയോ എന്നതിനപ്പുറത്തേക്ക് ആ ഒരു മൂഡിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ ഈ പറയുന്ന ആക്ടർ ബാല, എലിസബത്ത് ഇവരുടെ ഈ ഒരു വിഷയം, ഈ ഒരു ലൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് റിയാക്ട് ചെയ്ത് പോയിട്ട് ആ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് പോകുന്ന ഒരു മൂഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ടൈമിൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുക്കൾ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് നിന്നിട്ട് എങ്ങനെയൊക്കെ കരുക്കൾ നീക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിലുള്ള അത്തരം വീഡിയോസിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് വെർഷൻ ആണെന്നുള്ളത് നിങ്ങളിത് കൂട്ടിക്കും. ഓക്കെ, ലൈറ്റ് വെർഷനായിട്ട് നിങ്ങൾ കൂട്ടിക്കും. ഓക്കെ, ആൻഡ് ഇപ്പം എലിസബത്ത് ആണെങ്കിൽ കുറേ വീഡിയോസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ തൻ്റെ യൂട്യൂബിലൂടെ ഒക്കെ 2-3 വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും റിയാക്ട് ചെയ്തില്ല, കാര്യം മറ്റൊന്നുമല്ല, അത് ഓൾറെഡി മറ്റു പല ചാനൽസിലൂടെ നിങ്ങൾ അതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും നിങ്ങളെ കാണിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ആവർത്തന വ്യവസ്ഥ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാണ്ടിരുന്നത്. ഇപ്പം ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഒരു 3-4 പേർ നമ്മുടെ ജേക്കബ് എന്ന് പറഞ്ഞ ആ ഒരു ലിവർ കൊടുത്തേക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മുടെ ബാല അണ്ണന്. അപ്പം ആ ഒരു വ്യക്തി ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു ഷിംന എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ലേഡി വന്നിട്ട് എലിസബത്തിനെതിരെ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്നുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഒരാളെ ലിങ്ക് അയച്ചിട്ടുണ്ട്, ബ്രോ ഈ ഒരു വീഡിയോ കണ്ടില്ല, ഇത് റിയാക്ട് ചെയ്യും ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കിയപ്പോൾ ലാസ്റ്റിലേക്ക് ഒരു വീഡിയോ സംഭവം ഭയങ്കര നൈസായിട്ടുണ്ട്. അതിൽ 2 ക്ലിപ്പ് മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കാവേ. ഈ മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച്, ആ പ്രശ്നം ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് വിളിച്ചു പോയി ഒരാളുടെ ഇമേജ് കളയാൻ വേണ്ടിയുള്ളതല്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ മിഷേൽ ഷാജി എന്ന് പറഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന് വരുത്തി തീർത്ത ഒരു വാർത്ത, അതിനെ ട്രാക്ക് മാറ്റി പിടിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഈ പറയുന്ന എലിസബത്ത് തന്റെ വീഡിയോയിൽ, എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ചാനൽ ഡോക്ടറാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ലിവർ എടുത്ത് ഒരാൾക്ക്, നമ്മുടെ ലിവർ എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കും. അല്ല, ഈ മിഷേൽ ഷാജിയുടെ ഈ ഒരു കേസ് സംഭവങ്ങളൊക്കെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നിൽക്കട്ടെ. ഈ മിഷേൽ ഷാജിയുടെ കേസിനകത്താണെങ്കിൽ എലിസബത്ത് എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല ബാലയ്ക്ക് ഈ മിഷേൽ ഷാജിയുടെ കേസുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട് എന്നല്ല പറഞ്ഞേക്കുന്നത്. ഈ മിഷേൽ ഷാജി വിഷയത്തിൽ ഈ പ്രതി ചേർക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിട്ടുള്ള കുറേ പേരുകളില്ലേ, ആ പേരുകളുള്ള ആളുകളുമായിട്ടാണെങ്കിൽ ബാലയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള സാധനങ്ങൾ മാത്രമാണ് എലിസബത്ത് വന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഡാഷായിട്ട് കിടക്കുന്ന സാധനത്തിൽ ഫില്ല് ചെയ്തേക്കുന്ന ഒരു സാധനമാണിത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് ബാലയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ എലിസബത്ത് വന്ന് പറഞ്ഞേക്കുന്ന ഒരു സാധനം, അതായത് ഈ സെർവൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത്. പിന്നീട് ബാല ഒരു ലൈവ് ഇട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ അവരെ ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് സെക്സ് ഏർപ്പെടാനെ കൊണ്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ എലിസബത്ത് ഒന്ന് പറഞ്ഞുള്ളേ. എലിസബത്ത് അവിടെ വന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഇട്ടേക്കുന്ന സാധനമാണ് ബാലയാണ് ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്തേക്കുന്നത്. അതായത് ബാലയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഫില്ല് ചെയ്തത്. അപ്പോൾ അവിടെ എലിസബത്ത് പറഞ്ഞ എന്തായിരുന്നു, ചില കാര്യങ്ങൾ എന്ന് മാത്രം. ഇവിടെ ഷിംന എന്ന് പറയുന്ന ഈ ഒരു ലേഡി വന്ന് പറയുന്ന കാര്യം എന്താണ്, എലിസബത്ത് ഈ പറയുന്ന പോലെ ബാലയ്ക്കാണെങ്കിൽ മിഷേൽ ഷാജിയുടെ ഈ ഒരു കേസുമായിട്ടാണെങ്കിൽ ബന്ധമുണ്ടെന്നുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ ബാലയ്ക്ക് ബന്ധമുണ്ടോ? കാര്യം എലിസബത്ത് അവിടെ പറഞ്ഞേക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഇട്ടേക്കുന്ന ഒരു സാധനമായിരുന്നു. കാര്യം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട പേരുകളുള്ള ആളുകളുമായിട്ട് ബാലയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു. ഈ ഒരു വിഷയമായിട്ട് ഡയറക്റ്റ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളത് സാധനം എലിസബത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഷിംന എന്ന് പറയുന്ന ഒരു ലേഡി പറയുന്നുണ്ട്, ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്തേക്കാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഷിംന എന്ന് പറയുന്നത് നമ്മുടെ ബാലയുടെ PR ആണോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതാണോ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരി പറഞ്ഞ ബാക്കിയും കൂടെ കേൾക്കാം. ഒരു പ്രോസസ്സിംഗ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന കുറച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന അറിയാവുന്ന ആൾക്കാർക്ക് ചോദിച്ചു നോക്കണം. കാരണം ഒരു ലിവറിനെ, അത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു സാധനത്തിനെ അല്ല, നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു അവയവത്തിനെയാണ് പറിച്ചു മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അതായത് അതിന് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ചുമ്മാതെ വന്ന് നിന്നിട്ട് ഞാൻ ലിവർ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. ഇത്ര ദിവസത്തെ എന്താ പറയുക ചെക്കപ്പ് ഉണ്ട്, മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ഈ പറയുന്ന ഡോണർ ആരാണ്, ആ വ്യക്തിയെ വിളിച്ചിട്ട് ഇവരുടെ ബ്ലഡും അവരുടെ ബ്ലഡും ചേരുമോ, ഇതൊക്കെ നോക്കി കറക്റ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആണെന്ന് ഡോക്ടറിനും അവർക്ക് മനസ്സിലായാൽ മാത്രമേ ഒരു ഡോണറിനെ കിട്ടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മാത്രമല്ല ഒരാളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിനെ വെച്ചിട്ട് പലതരത്തിലുള്ള വീഡിയോയിൽ ഇരുന്ന എലിസബത്തിനോട് ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്ത് പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഈ ഡിപ്രഷൻ സ്റ്റേജ് ഈ ഒരു സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പുള്ളിക്കാരി കൊണ്ടെത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിന് മാനസിക രോഗമാണ്, ഭ്രാന്താണ് എന്ന് പറഞ്ഞുള്ള രീതിയിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നാമ്പുറത്ത് നിന്ന് ഒരാൾ നീക്കുന്ന ചില കരുക്കൾ, അതിന് ഏതൊക്കെ സാധനം എവിടെ കൊടുക്കണോ എന്നുള്ള സാധനം പറയുന്നു. ഓക്കെ, ആദ്യമാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചെസ്സ് കളിക്കുന്ന ടൈമിൽ ഫ്രണ്ടിലുള്ള ഭടന്മാരെ ആയിരിക്കും നമ്മൾ ഇറക്കി വിടുക. അതെല്ലാം കഴിഞ്ഞായിരിക്കും ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഏറ്റവും വജ്രായ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി ആയിരിക്കും, അല്ലെ, മന്ത്രിയോ രാജാവോ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വജ്രായ. ഓക്കെ, മന്ത്രി രാജാവ് എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കും രാജാവിനെയാണല്ലോ നമ്മൾ സേഫ് ചെയ്യേണ്ടത്. അപ്പം മന്ത്രി ആയിരിക്കും ഇറങ്ങി കളിക്കുന്നത്.
ഈ മന്ത്രിയും രാജാവും ഒരാളാണ്, അത് മറ്റാരുമല്ല നമ്മുടെ ബാലനാണ്. ഈ ബാല തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന മന്ത്രിയുടെ കൂട്ടി ചെസ് കളിക്കുന്ന പോലെ തന്നെ വന്നൊരു കളി കളിക്കുന്നുണ്ട്. അതിന് മുന്നേ ഇറക്കി വിട്ടേക്കുന്ന രണ്ടാമത്തെ ഒരു പഠനമാണ് ഈ പറയുന്ന പോലെ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി. ആ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് എലിസബത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആണ്. അത് ഞാൻ ഇങ്ങോട്ട് വെക്കാവേ. കുറേ വീഡിയോസ് ബാലചാറിനെ കുറിച്ചും എലിസബത്ത് ചേച്ചിനെ കുറിച്ചും കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. പക്ഷേ അതിൽ എന്നെക്കുറിച്ച് എലിസബത്ത് ചേച്ചി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതേമാതിരി ലക്ഷങ്ങൾ കൊടുത്താണ് ടൗണിനെ സ്പോൺസർ ചെയ്തത്, പിന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സർജറി ചെയ്യുന്നതിനും 10 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ കുറേ ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ചെക്കപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എലിസബത്ത് ചേച്ചിയുണ്ട്. ചേച്ചി അന്നൊന്നും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഇതിനെക്കുറിച്ച്. ഇതുപോലെ ഞാൻ കൊടുക്കാൻ റെഡിയാണ്, ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് എൻ്റെ സംസാരിച്ചിട്ട് പോകില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അന്ന് പറയാത്ത ആളാണ് ഇന്ന് പറയണ ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു ലിവർ, പക്ഷെ ആരും സമ്മതിച്ചില്ല. ആസ് എ ഡോക്ടർ, ആളൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറായ സ്ഥിതിക്ക് കൊടുക്കാമെന്ന് പറയുന്നത് ബ്ലഡല്ല, ഇറ്റ്സ് എ ലിവറാണ്. ഓക്കെ, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന് അതറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് 10 days അതിന് വേണ്ടി പിന്നിൽ കുറേ ആപ്ലിക്കേഷൻസ്, കുറേ മീറ്റിങ്സ്, അവിടെ പോകണം ഇവിടെ പോകണം, കുറേ എന്താ പറയുക, കുറേ ഫോംസ് വേണം, അത് ഫിൽ ചെയ്യണം, ഇത് ഫിൽ ചെയ്യണം, കുറേ ചെക്കപ്പ് ഉണ്ട്, ടെസ്റ്റ്, കാർഡിയോ ടെസ്റ്റ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഓക്കെ, പെട്ടെന്ന് ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്നാവില്ല. അതിന് വന്ന് ഓൾമോസ്റ്റ് ഒരു 10 days വെയിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് ഡോക്ടറായ ആൾക്കറിയാം. ഓക്കെ, ഇനി കുറച്ചുകൂടി പറയാൻ പോവുകയാണെങ്കിൽ ആരും തെറ്റ് പറയുന്നില്ല കേട്ടോ. ബാലച്ചേട്ടൻ്റെ സൈഡും അല്ല, എലിസബത്ത് ചേച്ചിൻ്റെ സൈഡും അല്ല. ഓക്കെ, ആരും പറഞ്ഞിട്ടും ചെയ്യുന്നതും അല്ല. എന്നെക്കുറിച്ച് വീഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, എന്നെക്കുറിച്ച് അവിടെ സംസാരിക്കാനൊന്നുമില്ല. ലക്ഷങ്ങൾ കൊടുത്ത് മുടക്കി, എന്ത് ലക്ഷം? എനിക്കറിയാത്ത ലക്ഷം എന്താണ്? ഞാൻ ഇതുപോലും ചേട്ടൻ്റെ അടുത്ത് എൻ്റെ വായത്തോട് ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, ചേട്ടൻ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇയാൾ പറയുന്നത് പ്രകാരം നമ്മുടെ എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞേക്കുന്ന കാര്യം, അതായത് ലിവർ ബാലയ്ക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞേക്കുന്ന സാധനം കള്ളമാണ് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. കാര്യം അങ്ങനെ എലിസബത്ത് അവിടെ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, എൻ്റെ അടുത്ത് ആരും ആവശ്യപ്പെട്ടിട്ടില്ല വീഡിയോ ചെയ്യാൻ. അതെന്തിനും ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യകത എന്ത്? അതിവിടെ പ്രത്യേകം ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്നെ പറ്റിയിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി അത്രയും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ വലിയൊരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന വ്യക്തിയോ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഈ പറഞ്ഞ ജേക്കബ് ആരാണെന്നോ എന്താണെന്നോ ഇയാളുടെ ഈ ഒരു ഫേസ് തന്നെ ഞാൻ കാണുന്ന ഇപ്പോഴാണ്. മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇയാളെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് പേഴ്സണലി അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെൻസിൽ പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി പ്രത്യേകം എടുത്ത് പറയാണ്, എൻ്റെ അടുത്ത് വേറെ ആരും പറഞ്ഞതിൻ്റെ പേരിലല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ശരിയാണോ? വേറെ ആരും പറഞ്ഞതിൻ്റെ പേരിലല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എലിസബത്ത് പറഞ്ഞതിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കിന് ഓക്കെ, ഈ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു കാര്യം കളവാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്താണ് പ്രശ്നം? അപ്പോഴും ഇവിടെ പറഞ്ഞേക്കുന്ന സാധനം നിങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ വലിയ വിഷയമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ സാധനത്തിലാണെങ്കിൽ, ഈ പറഞ്ഞ എലിസബത്ത് ആണെങ്കിൽ കൊടുത്തില്ലെന്നോ കൊടുത്തെന്നോ അതിനെ പറ്റിയിട്ടൊന്നുമല്ല ഇവിടെ ആരും സംസാരിക്കുന്നത്. ഇയാൾ ആ ഒരു ലേഡിയെടുത്ത് ചെയ്തേക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഓക്കെ, ആൻഡ് സ്വന്തം ഈ പറയുന്ന പോലെ സെർവൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് മറ്റ് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ബാലയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ബാലയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പൂരിപ്പിച്ചത്. ഓക്കെ, അങ്ങനെ പ്രേരിപ്പിച്ചു. അതിൻ്റെ പേരിൽ സൂസൈഡ് ചെയ്യാൻ പോയി. പിന്നീട് ഈ പറയുന്ന പോലെ ഫോൺ എടുത്തെറിഞ്ഞു, ഗ്ലാസിൻ്റെ ചില്ല് വന്നൊക്കെ കൊണ്ടു. അത്രയും വലിയ ക്രൂരമായിട്ടുള്ള ഇയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഈ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി ലിവർ കൊടുത്തെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഇവിടെ വലിയ മാരകമായിട്ടുള്ള വിഷയമായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിംന എന്ന് പറയുന്ന ഒരു ലേഡിയുടെ പ്രൊഫൈലിലാണ് ഞാൻ ഇയാളുടെ ഈ ഒരു വീഡിയോ കാണുന്നത്. ഓക്കെ, മേ ബി ഇയാൾ വേറെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താണെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഞാൻ കാണുന്ന ഷിംന എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ അക്കൗണ്ടാണ് ഈ ഒരു പോസ്റ്റ് കാണുന്നത്. ആൻഡ് ഈ സെയിം സാധനം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് നമ്മുടെ ബാലണ്ണൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതാണ് അതിനെക്കാട്ടി വലിയ കോമഡി. ഇനി ബാലണ്ണൻ പറയുന്ന കാര്യം നമുക്ക് ഇങ്ങോട്ടൊന്ന് കേൾക്കാം. ശരി, ഞാനിത് സംസാരിക്കുന്നത്
ജേക്കബിന് വേണ്ടിയാണ്. ജേക്കബ് ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് സംസാരിക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് ഞാൻ വന്നു. ഒരിക്കലും അവൻ ചോദിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് വീഡിയോ അയച്ചിരുന്നു. അവൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ആയിപ്പോയി. ഇപ്പം ഇത് കണ്ടാൽ വേറെ ഒരു ഡൊണേഷൻ ചെയ്യാൻ, വേറെ ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന ഒരു ഡോണർ, അവരുടെ മനസ്സും സങ്കടപ്പെട്ടു പോകും, ഡിസ്കറേജ് ആവും, ജീവൻ നഷ്ടപ്പെട്ടു പോകും. മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ തന്നെ ഇത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ ക്രൈം. നൈസ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ പൊന്നു മക്കൾ, ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ ജേക്കബ് തലപൊക്കി വരികയും ഇതിനെക്കുറിച്ച് സംസാരിക്കും. എന്നിട്ട് ഒരാൾക്ക് ഇവിടെ ഇയാൾ ഹിറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടില്ല. അതായത് മറ്റൊരാൾ ഇങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും അയാളെ ഈ പറയുന്ന എൻകറേജ് ചെയ്യിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കാത്ത, അല്ലെങ്കിൽ അയാളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് കളയുന്ന ഒരു സാധനമാണ് ഇപ്പം എലിസബത്ത് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടെത്തിച്ചേക്കാണ്. എടേ, ഇവിടെ എലിസബത്ത് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റിൽ പിടിച്ചോണ്ടല്ല. അപ്പം അയാൾക്ക് കിട്ടിയിരിക്കുന്ന ചെറിയൊരു ലൂപ്പ് ഹോളാണ് ജേക്കബ് എന്ന് പറയുന്നത്. കാര്യം ജേക്കബിന്റെ സാധനത്തിൽ മാത്രമേ അയാൾക്ക് പറയാൻ എന്തൊക്കെയോ ന്യായീകരണങ്ങളുള്ളൂ. അതുകൊണ്ടാണ് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇയാൾ നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്താ ഉണ്ടാത്തേ? അമൃത എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ സ്വന്തമാണ്, അതായത് പാപ്പു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്ന ഇൻഷുറൻസ് തുകയുടെ ആണെങ്കിൽ ഈ ഒരു പേപ്പർ മാറ്റിൻ്റെ കാര്യം ന്യൂസ് ചാനലുകാർ ചോദിച്ചപ്പോഴത്തേക്കിന് ഞാനത് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്, അത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഇയാൾ പറഞ്ഞേക്കുന്നത്. ചെയ്തിട്ടില്ല എന്ന് അയാൾ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി അയാൾക്കുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്ന സംഭവം ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഈ വന്ന ജേക്കബ് തന്നെ പറയുന്നുണ്ട്, ഇനി എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു സാധനം. ഓക്കെ, ആൾക്കാരിലോട്ട് ആ ഒരു ഇമോഷണലി ആ ഒരു സാധനം ഹിറ്റ് ചെയ്യണമല്ലോ, അതുകൂടെ നിങ്ങൾ കണ്ടോ? എൻ്റെ ജീവൻ പോലും നോക്കാൻ പറഞ്ഞു. 2 പേർക്ക് റിസ്ക് ആണെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അവിടെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം പ്രൂഫ് ഉണ്ട് അമൃതയിൽ. ഡോക്ടർ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്ക് റിസ്ക്കാണ്, കിട്ടുന്ന ആൾക്ക് റിസ്ക്കാണെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഞാൻ ഒന്നും എന്താ പറയുക, എൻ്റെ ലൈഫ് പോലും നോക്കാണ്ട് ഞാൻ വന്ന് കൊടുത്തിട്ട് ഇപ്പോൾ വന്ന് ഞാൻ കൊടുക്കാൻ റെഡി ആയിരുന്നു പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഓർത്ത് നോക്ക്, ഈ വിഷമം ഉണ്ടാവില്ല, നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഓക്കെ, ചിലപ്പോൾ എൻ്റെ മലയാളത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ചെന്നൈയിലായിരുന്നു, എൻ്റെ മലയാളത്തിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, കൊടുക്കേണ്ടായിരുന്നു ഒന്നും ഒരു തോന്നൽ. ഓക്കെ, ഒരിക്കലും ഒന്നും പ്രതീക്ഷ ചെയ്തു തരുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ ഇപ്പം ഇവിടെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും കൊടുക്കണ്ടായിരുന്നു തോന്നാനും മാത്രം നമ്മൾ അങ്ങ് അത്രയും കിടന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന നമ്മളെല്ലാവരും ഭയങ്കര മോശമായിട്ട് ജേക്കബ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരനായിട്ടുള്ളൊരു വ്യക്തി, അയാളുടെ ഫോട്ടോ കാണിക്കുന്ന, പ്രൊഫൈൽ കാണിക്കുന്ന, അയാളുടെ വീഡിയോ കാണിക്കുന്നത്, അയാളെ തന്നെ വിമർശിക്കുന്നത്, അത്രയും ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്തേക്കുമല്ലായിരുന്നു. അറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. എടാ, ഈ സാധനം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ആ രീതിയിൽ അയാൾക്ക് ഒരു നോർമൽ ഒരു വ്യക്തിക്ക് തോന്നുക. അല്ലാതെ ഓക്കെ എലിസബത്ത് ഇങ്ങനെ പറഞ്ഞു, എടി ഇയാളുടെ അടുത്ത് ആരെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് മോശമായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാ ഇല്ലല്ലോ. പിന്നെ എലിസബത്ത് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. നേരത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു വ്യക്തി ഈ പറയുന്ന ആ ഒരു ലേഡി പറഞ്ഞതാണ് മാനസിക രോഗമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അതാകുമ്പോഴത്തേക്കിന് കോടതിയിൽ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ മാനസിക രോഗി ആയിട്ടുള്ളൊരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ക്രെഡിബിലിറ്റി ഇല്ല എന്നൊക്കെ നമുക്ക് വരുത്തി തീർക്കാമല്ലോ. ഇനി നമ്മുടെ ബാക്കി ബാലണ്ണം പറയുന്നത് കേൾക്കാം. കാരണം ഹാപ്പി വുമൻസ് ഡേ ആദ്യം ഞാൻ പറയുമ്പോൾ തന്നെ ഇപ്പം തന്നെ ന്യൂസൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഇപ്പോൾ അധികം ശ്രദ്ധിക്കാറില്ല, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. 19 വയസ്സുള്ള സ്ത്രീയും ഞാൻ ബെഡ്റൂം കയറ്റും, അമ്മ പ്രായത്തിലുള്ളവരെയും ഞാൻ ബെഡ്റൂമിൽ കയറ്റും എന്നൊക്കെ പറയുന്നു. പോട്ടെ, പറയേണ്ടതെല്ലാം പറയട്ടെ, നോ പ്രോബ്ലം. നിയമമുണ്ട് ഇവിടെ നാട്ടിൽ. എന്തൊരു ഭവ്യതയല്ലേ പാവം മനുഷ്യ. ഈ പാവം തുക്കുടു ആവെ പറ്റിയിട്ടാണ് ഈ അബോധങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോശമല്ലേ? ഇന്നലെ എലിസബത്ത് പറഞ്ഞേക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് ഇതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞേക്കുന്ന അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാവേ. ഇപ്പോൾ ഒരു 55 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറേ കഥകളുണ്ട്. അപ്പോൾ അവരിനൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇന്ന അമ്മയെ പോലെയാണ്, എൻ്റെ ചേച്ചീനെ പോലെയാണ്. ഓ, നിൻ്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ കയറ്റി അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ? മോള് നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട്, പോയി മരുന്ന് കഴിച്ചോ, അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഭവത്തിൻ്റെ ഇത് ഇടയിൽ ഓർമ്മ വന്നാണ് നമ്മൾ വിഷയത്തിൽ നിന്ന്. ഇങ്ങനെ ഒരാളെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യണ ഒരാളല്ല, 5-6 പേരിനെ ഒരേ ടൈമിൽ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണ ആൾക്കാരാണ്. ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് ഇന്നെ കുറിച്ച് അവർ വേറെ പെണ്ണുങ്ങൾ സംസാരിക്കണം, ആ ഡെവിളിൻ്റെ കയ്യിൽ നിന്ന് ആ ഡെവിളിനെ ഡിവേഴ്സ് ചെയ്തുകൂടെ, മനസ്സമാധാനമായിട്ട് ജീവിച്ചുകൂടെ, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ സമാധാനിപ്പിക്കണം. എന്നാൽ ഈ മെസ്സേജുകളും ഇതും ഒക്കെ ചിലപ്പോൾ ഇതിൻ്റെ മടിയിൽ കിടന്നിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക.
ഇത് നമ്മൾ മുമ്പേ സംസാരിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു. അതായത് ഒരാൾ എനിക്ക് ഇവരുടെ ഒരു ചാറ്റിൻ്റെ 2-3 സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 19 വയസ്സ് എന്ന് പറയുന്നൊരു സാധനത്തിൽ, അല്ലെങ്കിൽ 19 വയസ്സുള്ള പെൺകുട്ടികൾ എന്നൊക്കെ ബാല അവിടെ രജിസ്റ്റർ ചെയ്താണ് പറയുന്നത്. കാര്യം ഇത്രയും പ്രായമുള്ള ഇതും പിന്നെ മൈനറായിട്ടുള്ള ഈ ഒരു 19 വയസ്സുള്ള സാധനം പറയുമ്പോൾ എലിസബത്ത് ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞേക്കുന്ന സാധനം നിങ്ങൾ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത്ര വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. എല്ലായിടത്തും ഈ പറഞ്ഞ എലിസബത്ത് പറയുന്ന ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഇട്ടിട്ട് പോകുന്ന സാധനങ്ങൾ മാത്രമാണ്. ഇവിടെ എല്ലാം വന്ന് ഫില്ല് ചെയ്തത് ബാലയാണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ലാത്തൊരു കാര്യത്തിന് വന്നിട്ട് ഈ സാധനം ഫില്ല് ചെയ്തിട്ട് അത് അങ്ങനെയല്ല എന്ന് പറയണമെങ്കിൽ അത് ഫില്ല് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് ഓൾറെഡി എന്താ സംഭവം എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയല്ലേ സംസാരിക്കുന്നത്. പിന്നെ ഈ സംഭവം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ അറിഞ്ഞൊരു സംഭവമായിരുന്നു. ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളൂടെയൊക്കെ ഉണ്ട്. അതൊക്കെ വന്ന് പുറകെ എല്ലാവരും അറിയണം. ഓക്കെ, ഞാൻ മുമ്പ് ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ തെളിവുകളുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും അതുമായിട്ട് ലീഗലി മൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ വാഴിക്കരുത് ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെ. ഓക്കെ, അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വളരെ മോശമായിട്ട് ദോഷം ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, പല സ്ത്രീകളെടുത്തും എലിസബത്തിൻ്റെ ആദ്യത്തെ വോയിസുകളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പല സ്ത്രീകളെടുത്തും സെക്ഷലി എലിസബത്തിൻ്റെ ചെയ്ത പോലെ ഹറാസ് ചെയ്തിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം എത്രയോ സ്ത്രീകളെയാണ് ഇയാൾ ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കെല്ലാം നീതി കിട്ടണ്ടേ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലണ്ണം പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. ഇതിൽ അടിസ്ഥാനം ഞാൻ കാണുന്നത് ആർക്ക് പ്രശ്നമായാലും ആർക്ക് മെഡിക്കലുடைய അറ്റൻഷൻ വേണോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് മീഡിയ അറ്റൻഷൻ അല്ല വേണ്ടത്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് നടക്കും. പ്ലീസ് ഡു നോട്ട് ഡിസ്കറേജ്. ഒരു പേഴ്സണൽ വെഞ്ചൻസ്ക്കോ ഒരു പേഴ്സണൽ ഗ്രഡ്ജിക്കോ എന്തും പറയാം. എന്നെയും കോക്കിലാവും ഈ ബന്ധം തകർക്കാൻ എന്തും പറയാം. അത് ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കും. ചെത്താലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കും. അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ ഞങ്ങൾ സ്നേഹിക്കുന്നവരെ, പുണ്യം ചെയ്തവരെ ഹർട്ട് ചെയ്യരുത് പ്ലീസ്. ഇവരെ സ്നേഹിക്കുന്നവർ, പുണ്യം ചെയ്തവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഓക്കെ, ഞാൻ മുമ്പത്തെ വീഡിയോസ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ബാലയുടെ അതേ സ്വഭാവമുള്ള ക്രിമിനൽസ് അല്ലെങ്കിൽ ഇവരുടെ PR ടീംസ്. അതല്ലാതെ നിങ്ങളെ ആരാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ ഒരു ലേഡി വന്നിട്ട് പബ്ലിക്ക് വന്ന് ഇത്രയും സാധനങ്ങൾ പറയാം. ഞാൻ ആവർത്തന വിരസത വരണമെന്ന് വെച്ചാൽ ബാക്കി മുമ്പത്തെ വീഡിയോസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പോഴാലോചിച്ച് നോക്കുക, ഇയാൾ വന്ന് പിന്നെയും ഈ സാധനങ്ങൾ പറയും. ലേശം ഉളുപ്പ് വേണ്ടേ? ഈ സാധനങ്ങൾ കരിക്കൽ നീക്കാണ്. അവിടെ ഷിംന എന്ന് പറഞ്ഞ ഒരു ലേഡീനെ കൊണ്ടുവരുന്നു. അവരുടെ ചാനലിൽ കൂടെ ആണെങ്കിൽ അടുത്ത പയ്യനെ കൊണ്ടുവരുന്നു, ജേക്കബിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതിനെല്ലാം നമ്മളൊന്നും പറഞ്ഞില്ലേ രാമനാരായണ, ഞാൻ അവൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ കേട്ടില്ല. അവൻ വന്നങ്ങ് സംസാരിച്ചു. എൻ്റെ അണ്ണേ എന്നടാ ഈ പണി വെച്ചിരിക്ക, உங்களுக்கு பெரிய ഡയറക്ടർ ബ്രില്യൻസ് ഇருக்கு. ക്രിസ്റ്റഫർ നോളൻ തോറ്റു പോയിടും. ഓക്കെ, എന്തായാലും കൊള്ളാടെ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയും. ഇനിയും നമുക്ക് ഇതുപോലെ ബാലണ്ണൻ്റെ ഇത്തരം ചില വിക്രിയങ്ങൾ, ക്രയ വിക്രിയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി.